ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്സിലെ ഓഫ്ലൈൻ മാപ്സിനെ പറ്റിയാണ്. നിങ്ങളുടെ ഫോണിൽ ഓഫ്ലൈൻ മാപ്പ് എനേബിൾ ചെയ്യാൻ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ടോപ്പിൽ കാണുന്ന ഈ ഒരു അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ ഒന്ന് ടാപ്പ് ചെയ്യാം. അവിടെ നമുക്ക് ഓഫ്ലൈൻ മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഇതുപോലൊരു പേജ് വരും. സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നുള്ള ആ ഓപ്ഷൻ ഒന്ന് ടാപ്പ് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ നമുക്ക് ഈ രീതിയിൽ മാപ്സ് ഇങ്ങനെ അടയാളപ്പെടുത്തി കാണിച്ചിരിക്കും സ്ക്വയറിനകത്ത്. അപ്പം നമുക്ക് ഇത്രയും ലോക്കൽ ഏരിയയിലെ മാപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എത്ര MB വരും താഴെ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് കൂടുതൽ ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് നമുക്ക് ഏരിയ എത്രത്തോളം വേണം. ഇപ്പോൾ കേരളം മൊത്തം വേണമെങ്കിൽ നമുക്ക് കേരളം മൊത്തം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം അത്യാവശ്യം ഒരു 3-4 ജില്ല വരുന്ന രീതിയിൽ നമുക്ക് ഒരു 5-6 ജില്ല വരുന്ന രീതിയിൽ ഇപ്പം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഡൗൺലോഡ് ചെയ്യാണ്ടാവുന്ന ഏകദേശം ഒരു 180 MB ആണ് വരിക. ഇപ്പം നമുക്ക് കേരളം മൊത്തം എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു 645 MB മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണ്ട ഏരിയ മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വേണ്ട മാപ്പ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഡൗൺലോഡ് ചെയ്യാൻ ടാപ്പ് ചെയ്താൽ മതി. ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ആയിക്കോളും. പിന്നെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന മാപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മാപ്പിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ്. ഞാനത് എന്തുകൊണ്ടാണ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മാപ്പിൻ്റെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് കൺട്രോൾസ് കൊണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എയ്റോപ്ലെയിൻ മോഡിലേക്ക് നമ്മൾ ഫോൺ ഓൺ ചെയ്യാം. സോ എന്നിട്ട് നമുക്ക് മാപ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേസ് നമുക്ക് ഈ സെലക്ട് ചെയ്ത മാപ്പിന് അകത്തുള്ള ഒരു ഏരിയയിലൊരു പ്ലേസ് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഞാൻ കുറച്ചും മുമ്പേ പറഞ്ഞിരുന്നല്ലോ ഓഫ്ലൈൻ മാപ്പ് ഓൺലൈൻ മാപ്പിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം നമുക്ക് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫോൺ ഒട്ടും തന്നെ ചൂടാകത്തില്ല, ഒട്ടും തന്നെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഓഫ്ലൈൻ മാപ്സിന് ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. ഓൺലൈൻ മാപ്പ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് നമുക്ക് ഓഫ്ലൈൻ മാപ്പ് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ബാറ്ററി കൺസപ്ഷനും ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്, ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു ഓഫ്ലൈൻ മാപ്പ്. അപ്പോൾ നിങ്ങളിത് ഇന്നവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഭയങ്കര യൂസ്ഫുൾ ആണ്. ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് റിയൽ ടൈമായിട്ടുള്ള ട്രാഫിക് ഇൻഫർമേഷൻ മാത്രം റെഡിലും യെല്ലോയിലും ഒക്കെ കാണിക്കുമല്ലോ, അത് മാത്രം ഇവിടെ കിട്ടില്ല. ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.